വെൽക്കം ടു എ വ്ലോഗ് ഗൈസ്. സ്റ്റുഡിയോയുടെ സെലിബ്രേഷൻ അലമ്പിന് ശേഷം എല്ലാവരും കൂടെ ഒന്നിക്കുന്ന അടുത്ത സെലിബ്രേഷൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗ്യാങ്ങില കൊച്ചിൻ്റെ പേര് കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ അതിനുള്ള സെലിബ്രേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇന്നത്തെ വർക്കിംഗ് ഡേ ആണെങ്കിലും ചേട്ടാ നിങ്ങൾ കാണണമെങ്കിൽ ഞാൻ ഓഫ് എടുത്ത് വരെയാണ് ഇവർ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ആണ്, സ്റ്റോറേജ് പ്രശ്നമില്ല. ഉള്ള ഫോണിൽ സ്റ്റോറേജ് കുറച്ച് ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലായിരിക്കും മേ ബി ത്രൂ ഔട്ട് വരുന്നത്. പറ്റുകയാണെങ്കിൽ മറ്റേ ഷോട്ടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഈ ജിഗ്നേറ്റ് വാങ്ങിച്ചു തന്ന ഒരു ടീഷർട്ടാണ്, കിട്ടിയതാണ്. അതുപോലെ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടതിന് ഇടാൻ പറ്റിയത് ഭയങ്കര ഫീലാണ്. ചേട്ടാ ഹായ്, വെൽക്കം ടു മൈ ബ്ലോഗ്. നിങ്ങളൊരു എന്താ പറയാ, കുറെ ആളായിട്ട് കാണണമെന്ന് വിചാരിച്ചാണ്. അഭിനന്ദ്. ഹായ്, നിങ്ങളല്ലേ ഒരു വിജയുടെ സൗണ്ട് ഒക്കെ? അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. പ്രത്യേകിന് കേക്ക് എടുക്കാനായിട്ട് വരുന്ന ഞങ്ങൾ അതായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓ അതുമല്ലേ, സെയിം തന്നെയല്ല രണ്ടും. ഇതും അതും ഇത് മതി, എന്താ നൈസായിരിക്കും. ഇവിടെ നല്ല സ്ഥലമാണ് കറക്റ്റ്. അത് പക്ഷെ പാക്ക് ചെയ്തേട്ടാ, പാക്ക് ചെയ്യുന്നുണ്ട് കാണാൻ വേള. ഇതാണ് ഗോൾഡൻ ബ്ലാക്ക് അടിപൊളി കേട്ടാ. അത് തന്നെ പറഞ്ഞു. മഴ വരണുണ്ട്, മഴയ്ക്ക് മുന്നേ കേക്ക് അതിനകത്താക്കണം. ഫുൾ മുനയിലാണ് നിൽക്കുന്നത്. മഴ പെയ്താ കേക്ക് വെള്ളത്തിൽ. അത് വന്നു അത് തന്നെയല്ലേ. പെട്ടെന്ന് വാ ചേട്ടാ, മഴ ചാറുന്നുണ്ട് ചേർന്ന്. ലോക്കളൊക്കെയാണ് കേറിക്കോ. നമുക്കുള്ള പണിയുണ്ട്. ബലൂണ് പെരുക്കിക്കോ. ഇതുവരെ ആയില്ലേ? ഒരു മനുഷ്യൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ലാലേട്ടന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അല്ലേ ഏട്ടാ? ലാലേട്ടന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. എല്ലാരും മൊബൈലിൽ ചാർജ് ഇല്ലാത്ത അക്കൗണ്ടിന്റെ പേര് പ്രജിത്ത് കൈലാസ്. യെസ്, അങ്ങനെയും പറയാം. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ചേട്ടാ നമുക്ക് ഇത് തുടങ്ങിയല്ല, ഇവിടെ നിന്ന് തുടങ്ങിയ അങ്ങെത്തുമ്പോ റെഡിയാക്കും. ഒരു ഗോൾഡ് പാവം അങ്ങനെ ഇരുന്ന് എണ്ണ ചേട്ടാ. ഇത് 50 ഉണ്ടെന്ന് ഡൗട്ട് തന്നെ. അങ്ങനെ ഇരുന്ന് എണ്ണിത്തത് ഫുള്ള്. മതിയാ ചേട്ടാ? അങ്ങ് എന്നിട്ട് മതിയാ? അങ്ങനെ ഓക്കെ. അയ്യോ, ബാക്കിനെ അങ്ങ് എന്നിട്ട് പ്രമുഖ സച്ചിനൻ ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത വിഷമത്തിലാണ്. വൈഫൈ ഇഷ്യൂ ചെയ്യണം അല്ലെങ്കിൽ നമ്മളെപ്പോഴേ സെറ്റായി ഏതോ ഇടും. ഇത് മണ്ണിന്റെ മണമുള്ള വ്ളോഗർ. മഴ ചെളി മടലിന്റെ മണം. കൊച്ചിന്റെ അച്ഛനായിട്ട് ഇതെന്നാ ബിരിയാണി കഴിക്കണ്ടേ? ഇല്ല അത് വൈഡാണ്. നമ്മളെ ബർത്ത്ഡേ പോയി. കേക്ക് കഴിക്കാൻ നല്ല പീസുകളൊക്കെ കിട്ടണം. നല്ല പീസിന്റെ കുട്ടികളുടെ ഞാൻ നിന്നെയാണ് പറഞ്ഞത്. എനിക്ക് അച്ചാർ വെച്ചല്ലേ? ഞാൻ അച്ചാറിങ്ങനെ പിടിച്ചോണ്ടെന്നു ഞാൻ വിചാരിച്ചു. കുഴക്കാനെടുത്തല്ല. ഒരു സലാഡും ആരെങ്കിലും. ഓക്കെ ജിനുചേട്ടൻ്റെ ഫോണ്
എന്റെ പോക്കറ്റ് കിടക്കുകയാണ് പാവം ചോദിച്ചോട്ടെ തീർച്ചയായിട്ട് ഇല്ലല്ല ഇതില് ഓ വീഡിയോ ഉണ്ട് എങ്ങനെയോടെ ഒളിച്ച് കിടക്കണ് ഓക്കെ നിന്റെ പോക്കറ്റിൽ ഞാൻ അറിഞ്ഞു വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞ പ്രശസ്ത യൂട്യൂബറിനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഭോഷണമൊക്കെ നടത്തുന്നത്? ജസ്റ്റ് ഫോർ ടൈം പാസ്. വിളിച്ചു വരുത്താ പോലീസിനെ. നീ പേടിയൊന്നുമില്ല. ഓ എന്നാ ഞാനത് പേടിക്കും. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീടെത്തിയിരിക്കുന്നു. അവിടെ പ്രജിത്തേനും അബിൻ ഗബ്രയേൽ പുള്ളിനൊക്കെ നൈസാണ്. വൈകിട്ടിന്റെ സ്റ്റുഡിയോയില് കുറച്ച് അല്ലാത്ത പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. രണ്ട് അവരെ കാണാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചില്ല. ഇവരുടെ ഗ്യാങ്ങില് അടിപൊളിയാണ് കേട്ടോ. അവരെല്ലാരും ഗ്യാങ് ചേരുമ്പോൾ വീട്ടിലും വൈബാണ്. എണ്ണും അഭിനും കൂടെ ആകുമ്പോൾ ചിരിച്ചിന്ന് ചിരി മാത്രമേ ഉള്ളായിരുന്നു മൊത്തത്തിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഫോണ് പ്രാങ്ക്. അയ്യോ പുള്ളിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, പ്രജിത്ത് ബ്രോയുടെ. അപ്പോൾ അടിപൊളിയാണ്. ലാലേട്ടൻ്റെ കോൾ ചെയ്തൊരു പ്രാങ്ക് വീഡിയോ റീലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്തോ. ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നത്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആ സ്റ്റുഡിയോയിലെ എല്ലാ ടീംസിൻ്റെയും രണ്ട് കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ സ്റ്റുഡിയോയുടെ സെലിബ്രേഷനും, സെക്കൻഡ് വീഡിയോ ഒരു സ്റ്റുഡിയോയുടെ തന്നെ ഉണ്ണിച്ചേന്റെ മോന്റെ ബർത്ത്ഡേയും. ഒരു കണ്ടിന്യൂറ്റി കിട്ടിയ അടിപൊളി. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു സ്റ്റാർട്ടിങ് കിട്ടി. അതായത് വീഡിയോ എടുക്കുന്നതായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി, ഒരു വ്ളോഗ് എന്നുള്ളൊരു ചെറിയ ഐഡിയ വന്ന് തുടങ്ങി. മാക്സിമം എൻജോയ് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ.